ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയുടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. പ്രിയപ്പെട്ടവരെ, തൃത്വ തിരുനാളിനെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, തൃത്വത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ തൃത്വം നമ്മോട് ആവശ്യപ്പെടുക സ്നേഹമായി തീരാനാണ്. ഞാനും നിങ്ങളുമൊക്കെ സ്നേഹ രൂപം ധരിച്ചവരും സ്നേഹ പ്രവർത്തികൾ ചെയ്യുന്നവരും സ്നേഹത്തിൽ ജീവിക്കുന്നവരുമായി മാറുവാൻ തൃത്വം ഇന്നേ ദിവസം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്നേഹത്തിലേക്ക് ഹൃദയത്തെ ചേർത്ത് വയ്ക്കുന്ന ആനന്ദമുക്തമായ ആ ജീവിത നിമിഷങ്ങളിലേക്ക് കടന്നു പോകാനാണ് എന്നെയും നിങ്ങളെയും സ്വർഗം മാടി വിളിക്കുക. ഞാൻ ഇങ്ങനെ പരിശുദ്ധത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധമായ സ്നേഹം എന്നെ ഓർമ്മപ്പെടുത്തിയ 3 കാര്യങ്ങളിൽ ഒന്ന്, തൃത്വത്തെ സ്നേഹിക്കുന്നവർ തൃത്വത്തിന്റെ കൂട്ടായ്മയിലേക്കാണ് ചേർക്കപ്പെടുക. പിതാവ് പുത്രനോട് എങ്ങനെ ഒന്നായിരിക്കുന്നു, പുത്രൻ എങ്ങനെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒന്നായിരിക്കുന്നുവോ, പരിശുദ്ധാത്മാവ് എങ്ങനെ പുത്രനോടും പിതാവിനോടും ഒന്നായിരിക്കുന്നുവോ, അതുപോലെ ഞാനും ദൈവത്തോടൊരു കൂട്ടായ്മയിൽ വ്യാപരിക്കണം. അതുപോലെ ഞാനും എന്റെ ചുറ്റുപാടുള്ളവരോട് സ്വാർത്ഥതയില്ലാത്ത സ്വയം ദാനത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ചൈതന്യത്തിന് കടന്നു വരണമെന്ന് കർത്താവ് ഇന്നേ ദിവസം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന മധ്യേ പ്രാർത്ഥിക്കുമ്പോൾ, തൃത്വ സാന്നിധ്യം ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കൺമുമ്പിൽ എനിക്ക് കിട്ടിയ ഒരു കൊച്ചു ദർശനം, അത് എത്രമാത്രം നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വിശുദ്ധ അൾത്താര മധ്യേ അച്ഛൻ ബലിയർപ്പിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചത് തൃത്വൈക ദൈവം കൈനീട്ടി നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഇന്ന് ഈ ലോകത്തിന്റെ നാനാവശങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പലവിധ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, കരയുന്ന ജീവിതങ്ങൾക്ക് നേരെ കൈനീട്ടി നിൽക്കുന്ന, സ്നേഹത്തോടെ മുഴുവനായി നൽകുന്ന ഒരു സ്നേഹ ദൈവത്തെയാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുക ഇന്നേ ദിനത്തിൽ. പിതാവെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, പുത്രനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയെ കുമ്പിട്ട് വണങ്ങുന്നെന്ന് പറഞ്ഞ് ആരാധിക്കാൻ മാലാഖമാരോടൊപ്പം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ദിവസമാണ് ഇന്ന്. തൃത്വത്തിന്റെ വാഴ്ത്തപ്പെട്ട എലിസബത്ത് തന്നെ സ്വാധീനിച്ചൊരു വചനത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വചനം: എന്നെ സ്നേഹിക്കുന്നവന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, തൃത്വിക ദൈവത്തിന്റെ കൂട്ടായ്മ ആഗ്രഹിക്കുമ്പോൾ സ്വർഗം എന്നിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തെ സ്നേഹിക്കണം, അവന്റെ വചനം പാലിക്കണം. അപ്പോൾ തൃത്വിക ദൈവത്തിന്റെ കൂട്ടായ്മ എനിക്കും നിങ്ങൾക്കും സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഈ വചനത്തിലൂടെ. ഇന്ന് എത്രയോ ജീവിതങ്ങളാണ് ആരോരുമില്ലാത്തവരായി, ഒറ്റപ്പെട്ടവരായി, മനസ്സിലാക്കാൻ ആരുമില്ലാതെ, പങ്കുവയ്ക്കാൻ ആരുമില്ലാതെ വേദനിക്കുന്നത്. എന്നാൽ ഇന്നേ ദിവസം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളിൽ കൂട്ടായി പിതാവിന്റെ സ്നേഹമുണ്ടെന്ന്, പുത്രന്റെ രക്ഷയുണ്ടെന്ന്, പരിശുദ്ധാത്മാവിന്റെ സഹവാസമുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് കത്തോലിക്ക തിരുസഭ പരിശുദ്ധ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം: തൃത്വൈക ദൈവമേ, അങ്ങ് എന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴണമേ എന്ന്. എന്റെ ജീവിതത്തിന്റെ സന്യാസ നാളുകളിൽ 10ാം ക്ലാസ്സിന് ശേഷം അടുത്തിലേക്ക് വന്നപ്പോൾ ഒരു കരിസ്മാറ്റിക് കൺവെൻഷന് വേണ്ടി ഞാൻ പാലാ സെന്റ് തോമസ് ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ഇന്നും എന്റെ കാതുകളിൽ മുഴങ്ങുന്ന ഒരു പാട്ടുണ്ട്: തൃത്വൈക ദൈവമേ, അങ്ങ് എന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ എന്നും വാഴുന്ന തൃത്വൈക ദൈവത്തെ സ്നേഹിച്ച് ധ്യാനിക്കുവാൻ, അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് ഏറ്റുപറയുവാൻ നമ്മുടെയൊക്കെ നാവുകൾ ശക്തമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദിവ്യമായ സ്നേഹത്തിലേക്ക് പങ്കുചേരുമ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും മാറി കുരിശിലേക്ക് പുത്രനെ മാറ്റി നിർത്തിയവൻ, പുത്രനെ മുഴുവനായി തന്നവൻ, പുത്രനെ പിരിഞ്ഞിരുന്നു കൊണ്ട് പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ അത്രയധികം സ്നേഹിച്ച പിതാവിന്റെ സ്നേഹം സ്വയം ദാനത്തിലേക്ക് നമ്മളെ നയിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്ന് തൃത്വൈക ദൈവം കൂട്ടായ്മയിലേക്ക് എന്നെയും നിങ്ങളെ നയിക്കുമ്പോൾ, രണ്ടാമത് അവിടുന്ന് പറയുകയാണ്: പുത്രനെ ഭൂമിയിലേക്ക് അയച്ച തന്റെ ഏകജാതൻ വിശ്വസിക്കുന്ന ഒരു നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി
അവനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചെങ്കിൽ പുത്രനേക്കാൾ ഉപരിയായി എന്നെയും നിങ്ങളെ സ്നേഹിക്കുമാറ് പുത്രനെ എനിക്കും നിങ്ങൾക്കും നൽകിയ ആ തൃത്വൈക ദൈവത്തെ കുറിച്ച് ഇന്ന് ഞാനും നിങ്ങളും ധ്യാനിക്കുമ്പോൾ രണ്ടാമതായി സ്വയം ദാനത്തെ കുറിച്ച് സ്വർഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പുത്രനായ ഈശോ പിതാവിന്റെ ഹിതം നിറവേറ്റുക. ദൈവമേ, അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു, ഇത് അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് ഹെബ്രായർ 10:10 പറയുമാറ് മനുഷ്യരൂപം അവതരിച്ച് പിതാവിന്റെ ഇഷ്ടം മാത്രം നിറവേറ്റിക്കൊണ്ട് എന്നെയും നിങ്ങളെയും പോലെ ഒരു മനയായി തീർന്ന ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ മകളെ, സ്വയം ദാനം ചെയ്യുവാൻ ഈശോ നിന്നെ വിളിക്കുന്നുവെന്ന്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. പിതാവിൽ നിന്ന് പുത്രന് പുറപ്പെടുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ചുകൊണ്ട്, എന്റെ ജീവിതത്തിലേക്ക് അയച്ചുകൊണ്ട് സഹവസിക്കുന്ന ആത്മചൈതന്യമായി മാറിയ ആ പരിശുദ്ധാത്മ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവം പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ മകളെ, നീ ആർക്കൊക്കെ വേണ്ടി സ്വയം ദാനമായി തീരുന്നോ? ആർക്കൊക്കെ വേണ്ടി നിന്റെ ജീവിതത്തെ നീ മാറ്റിവെക്കുന്നോ? ആർക്കൊക്കെ വേണ്ടി കൊച്ചു നന്മകൾ ചെയ്യാൻ നീ സന്നദ്ധമാകുന്നോ? അവിടെയൊക്കെ സ്വയം ദാനത്തിന്റെ, സ്വയം പങ്കുവയ്ക്കലിന്റെ അനുഭവങ്ങൾ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമെന്ന് പ്രഭാതത്തിൽ ഒരു കൊച്ചനുഭവം എന്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. രാവിലെ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരാൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് കുർബാന എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് തിരുസക്രാരിക്ക് മുമ്പിലേക്ക് ചെന്നപ്പോൾ കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാൾക്കല്ല 2 പേർക്ക് കുർബാന കൊടുക്കണമെന്ന്. എല്ലാ ദിവസവും പള്ളിയിൽ ഏറ്റവും അടുത്ത്, ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒത്തിരിയേറെ പ്രായമുള്ള ഒരു ഇംഗ്ലീഷ് അമ്മ, ആ അമ്മ എന്നും കുർബാനയ്ക്ക് പങ്കുവരും. ഇന്ന് വന്നില്ല അമ്മ. എന്നിട്ട് ഞാൻ ഇവിടുത്തെ മദർ സിസ്റ്ററും കൂടി കുർബാനയ്ക്ക് കൊടുക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോ ആ അമ്മ പറയുകയാ, എന്നും വരുന്ന അമ്മയെ ഞങ്ങൾ കണ്ടില്ലോ എന്ന് പറഞ്ഞപ്പോ ഇന്ന് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അമ്മ പള്ളിയിലേക്ക് വന്നില്ല, പക്ഷേ അമ്മയെ കാണാൻ ഈശോ ഇങ്ങോട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണു നിറഞ്ഞ് ഈശോയെ സ്വീകരിക്കുന്ന ആ കൂനിയിരിക്കുന്ന അമ്മച്ചിയുടെ ദൈവസ്നേഹ ഓർമ്മകൾ ചിന്തിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ആരൊക്കെ ഹൃദയത്തിൽ കർത്താവിനെ കൊണ്ടു നടക്കുന്നു, അവൻ ദിവ്യകാരുണ്യമായി ജീവിതത്തിന്റെ വേദനകളില്, ഭാരങ്ങളില് പള്ളിയിലേക്ക് എത്താൻ പറ്റാത്തപ്പോഴും തന്നെ തേടി വരുവാൻ കർത്താവിന്റെ ആത്മാവ് ഇടവരുത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തേടി വരുന്ന സ്വർഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിന്റെ കൂടെ വസിക്കുവാൻ, രോഗാവസ്ഥകളിലും വേദനകളിലും സങ്കടങ്ങളിലും അവനെ അന്വേഷിക്കുമ്പോൾ ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കും തൃത്വൈക ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പിതാവേ നിന്റെ മകളായി മാറുവാൻ, പിതാവേ നിന്റെ മകനായി മാറുവാൻ, ഈശോയെ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഏറ്റുപറഞ്ഞ ആ പൗലോസ്ലീഹായെ പോലെ ഈശോയെ നിന്റെ സ്വന്തമായി മാറുവാൻ, പരിശുദ്ധാത്മാവേ നിന്റെ പ്രിയപ്പെട്ട സ്നേഹിതയായി മാറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആവുന്നിടത്തോളം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ എന്ന് ഏറ്റുപറയുവാൻ ഇന്ന് തൃത്വൈക ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന തൃത്വൈക ദൈവത്തെ ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തൃത്വൈക ദൈവമേ, അങ്ങന്റെ ഹൃദയത്തിൽ. കണ്ണുകളടച്ച് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മനസ്സ്, നമ്മളായിരിക്കുന്ന ഇടം, നമുക്കുള്ളതെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മുടെ മനസ്സുകളെ നമുക്ക് കേന്ദ്രീകരിക്കാം. സങ്കീർത്തനം 71 അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, കർത്താവേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കാൻ ഇടയാക്കരുതേ. സങ്കീർത്തകനെ പോലെ ദിവ്യകാരുണ്യ ഈശോയുടെ പക്കലേക്ക് മനസ്സും ഹൃദയവും ഉയർത്തി നമുക്ക് പറയാം, കർത്താവേ
അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കാൻ ഇടയാക്കരുതേ. വീണ്ടും സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം, ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു, മാതാരുദ്രത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്, ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഈ സമയം വരെ ദൈവം ചെയ്ത എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. കർത്താവെ, നിന്നിൽ ഞാൻ ആശ്രയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ് ഇവിടെ സങ്കീർത്തനം 71-ാം അധ്യായത്തിൽ നാം കാണുക. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വചനങ്ങൾ ഇപ്രകാരം നാം വായിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാരുദ്രത്തിനൊക്കെ രൂപം നൽകുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെച്ച് ചെറുപ്പം മുതൽ നീ മാത്രമാണ് എൻ്റെ ആശ്രയമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് എടുത്തു കൊടുക്കുന്ന ആ സങ്കീർത്തകനെ പോലെ, പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ അത് നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. കർത്താവ് അറിഞ്ഞിട്ടാണ് നാം ഇവിടെ ആയിരിക്കുക. അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ ചിന്തയോടെ വീണ്ടും 71-ാം സങ്കീർത്തനം 22-ാമത്തെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കാം. എൻ്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്ത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ചു പുകഴ്ത്തും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനെ, കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ ഒരു കാര്യം പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുമ്പോൾ, ചെറുപ്പം മുതൽ ഈ സമയം വരെ നീ എനിക്ക് ചെയ്ത എല്ലാ കൃപകളെ ഓർത്ത് എനിക്കുള്ളതെല്ലാം തന്ന് ഞാൻ നിന്നെ സ്തുതിക്കുമ്പോൾ എൻ്റെ അധരവും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർപ്പ് വിളിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ അധരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തകനെയാണ് നാം ഇവിടെ കാണുക. ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി ഈശോയുടെ മുൻപിലേക്ക് വരുമ്പോൾ അധരം കൊണ്ടും ആത്മാവ് കൊണ്ടും സ്തുതിക്കണം. ആത്മാവിൽ ദൈവാത്മാവിൻ്റെ ശക്തി നിറയുമ്പോൾ ആത്മാവ് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. ദൈവത്തെ മതിമറന്ന് സ്തുതിക്കാൻ തുടങ്ങും. മാലാഖമാരെ പോലെ പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറഞ്ഞ് സ്തുതിക്കാനുള്ള കൃപ നമുക്ക് കിട്ടും. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ നമുക്ക് കിട്ടും. ആ കർത്താവിൻ്റെ വലിയ കൃപയെ അനുസ്മരിച്ചുകൊണ്ട് ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയവും ജീവിതവും എല്ലാം ചേർത്ത് വെച്ച് ചെറുപ്പം മുതൽ ഇന്ന് ഈ സമയം വരെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ കൃപകളെ ഓർത്ത് 2 കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതങ്ങളെ നയിച്ച വഴികളെ ഓർത്ത്, നമ്മളെ ഏറ്റെടുത്ത എല്ലാ നിമിഷങ്ങളെ ഓർത്ത്, നാം കടന്നു പോകുന്ന വഴികളിലെല്ലാം പിതാവ് ഒരു കുഞ്ഞിനെ എന്നതുപോലെ ദൈവം നമ്മളെ വഴി നടത്തിയതോർത്ത്, ഞാനും നിങ്ങളും ജീവനോടെ ഇപ്പോൾ ഈശോയുടെ മുൻപിൽ ആയിരിക്കുന്നത് ഓർത്ത്, അവിടുന്ന് എല്ലാ കൃപകളെ ഓർത്ത് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. തകർന്നു പോകാവുന്ന നിമിഷങ്ങളിൽ ദൈവം വഴി നടത്തിയതോർത്ത് അധരം കൊണ്ടും ആത്മാവ് കൊണ്ടും എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഓ കർത്താവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കാം. എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 72:18 ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. ഞാനും നിങ്ങളും ഇന്നിവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അവനെ സ്തുതിക്കാൻ അധരങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമാണെന്ന് എല്ലാവരും വിശ്വസിക്കട്ടെ. നമ്മൾ മനസ്സ് തളർന്നു പോകാമായിരുന്നു. സങ്കടങ്ങൾ വന്നപ്പോൾ നമ്മൾ മാനസിക വിഭ്രാന്തിയിൽപ്പെട്ടു പോകാമായിരുന്നു. നമ്മുടെ ശരീരം തളർന്നു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാമായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് മറ്റൊന്നുമല്ല, ഒരു വൈദ്യശാസ്ത്രവുമല്ല, നമ്മുടെ കർത്താവ് നമ്മളെ കൈപിടിച്ചുയർത്തി ഇതാ ഈശോയുടെ പക്കൽ ഇരിക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, 2 വലിയ ആക്സിഡന്റുകൾ എൻ്റെ മുൻപിലുണ്ടായി. ഒന്ന് ചിന്ന ഭിന്നമായി പോയി എന്നോർത്ത് കണ്ണടച്ച് എൻ്റെ കൂടെ അപ്പൻ, അമ്മ, എൻ്റെ അനിയനുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഒരു പോറല് പോലും പറ്റിയില്ല. വണ്ടി മുഴുവൻ തകർന്നു പോയി. എൻ്റെ ദൈവമാണ് എന്നെ എടുത്ത് നിർത്തിയത്, എൻ്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്തത്. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് എല്ലാം മനസ്സ് തകർന്നു പോകാതെ, നമ്മളൊക്കെ മാനസിക വിഭ്രാന്തി പെട്ടുപോകാതെ, നമ്മളെയൊക്കെ പിടിച്ചു നിർത്തി ഇവിടെ കൊണ്ടുവന്ന് അവനെ സ്തുതിക്കാൻ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് എങ്കിൽ, കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്. കർത്താവേ, നിനക്ക് ഞാൻ നന്ദി പറയുകയാണ്. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് ചെയ്യുന്ന ഈ അത്ഭുതങ്ങളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ഞരമ്പിന് ബലം തന്നതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ത്വക്കിന് അലജി തരാത്തതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ നാവിന് പാടി പുകഴ്ത്താൻ കൃപ തരുന്നതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ കണ്ണിന് കാഴ്ച തന്നതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മൂക്കിന് ഗന്ധം ശ്വസിക്കാൻ കർത്താവെ കൃപ തന്നതോർത്ത്, ശ്വാസോച്ഛ്വാസം എടുക്കാൻ കൃപ തന്നതോർത്ത് ഓ കർത്താവെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ കിഡ്നികൾ പ്രവർത്തിക്കുന്നത് നിന്റെ വലിയ കരുണയാണല്ലോ. കർത്താവേ, എന്റെ കർത്താവെ, എന്റെ ഹൃദയം പ്രവർത്തിക്കുന്നത് നിന്റെ വലിയ കരുണയാണല്ലോ. കർത്താവേ, പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ ഉദരത്തിൽ നമ്മെ രൂപപ്പെടുത്തി കുറവുകളില്ലാതെ നമ്മളെ ചേർത്ത് പിടിച്ച് ഇപ്പോൾ അവന്റെ മുമ്പിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരത്ഭുതമാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി എല്ലാ മക്കളും സ്തുതിക്കട്ടെ. വലിയ ദൈവകൃപ നിറയട്ടെ നിന്റെ ശരീരത്തിലേക്ക്. മതിമറന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഓ കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവേ, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. എല്ലാം മറന്ന് ആരാധിക്കാം നമ്മുടെ കർത്താവിനെ. എല്ലാം മറന്ന് ആരാധിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും ആരാധിക്കട്ടെ. ഓ ഈശോയെ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവേ, എന്റെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റുന്നതോർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, എന്റെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റുന്നതോർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകട്ടിടുവിൻ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകട്ടിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാട്ടുവിൻ.
പാടുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. നാഥനെ വാട്ടുക, ഇസ്രായേലിനൊരു ചട്ടമാണോർത്തിടുവിൻ. നാഥനെ വാട്ടുക, ഇസ്രായേലിനൊരു ചട്ടമാണോർത്തിടുവിൻ. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിയിടുവിൻ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല നടവറയിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല നടവറയിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നേ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. ജീവിതത്തിൽ വേദനകളേറിടുമ്പോൾ, നിന്ദനങ്ങൾ പീഡനങ്ങൾ കൂടിടുമ്പോൾ, പീഡിതക്കു രാജ്യം നൽകും യേശുനാഥനെ ആരാധിക്കുന്നു. ജീവിതത്തിൽ വേദനകളേറിടുമ്പോൾ, നിന്ദനങ്ങൾ പീഡനങ്ങൾ കൂടിടുമ്പോൾ, പീഡിതക്കു രാജ്യം നൽകും സ്വർഗരാജനെ നന്ദി ചൊല്ലി ആരാധിക്കുന്നേ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. പരിശുദ്ധത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം എന്നെയും നിങ്ങളെയും അധികമായി സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹം, പുത്രന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം നമുക്കൊരു നിമിഷം അനുഭവിക്കാം. നന്ദി പറയാം. സ്വർഗത്തിൽ നിത്യമായി അവിടുത്തോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൃത്വ കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയുടേതാണ്. പുത്രനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടേതാണ്. ഓ ത്രിത്വമേ,
ഞങ്ങൾ മുഴുവനായും അങ്ങയുടേതാണെന്ന് നമുക്ക് ഏറ്റുപറയാം. ആ ദൈവസ്നേഹത്തിൻ്റെ കൂടാരത്തിലായിരുന്നു കൊണ്ടായിരിക്കണം നമ്മൾ വചനം ശ്രവിക്കേണ്ടത്. നമ്മുടെ ഹൃദയം ജ്വലിക്കുമാറ് തൃത്വൈക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്കിന്നുണ്ടാകാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് നമുക്കായി വചനം പങ്കുവെച്ചു തരിക നമ്മുടെ പ്രിയപ്പെട്ട രാജുവച്ചനാണ്. അച്ഛനെ നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. കർത്താവിൻ്റെ വചനം നമുക്ക് പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുക്ക ദിനത്തിൻ്റെ 1-ാം ദിവസം ശക്തമായി പറഞ്ഞുകൊണ്ട് അനേകർക്ക് വലിയ കൃപകളും അനുഗ്രഹങ്ങളും കർത്താവ് അച്ഛൻ്റെ വചന ശുശ്രൂഷയിൽ കൊടുത്തുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനെ ഓർത്തൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധത്വത്തെക്കുറിച്ച് അച്ഛനെ നമ്മളോട് സംസാരിക്കുമ്പോൾ തൃത്വൈക ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അച്ഛനെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ അഭിവന്യ സ്വാമികൽ പിതാവേ, പ്രിയപ്പെട്ട സ്നേഹമുള്ള വൈദിക സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, സിസ്റ്റർ ആൻമരിയ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇന്നത്തെ ഈ ദിവസം തെരഞ്ഞെടുത്ത് തന്നെ ഒത്തിരി അനുഗ്രഹപ്രദമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, സഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അബദ്ധ സിദ്ധാന്തങ്ങൾ ഉണ്ടാവുകയും അനേകരെ സത്യവിശ്വാസത്തിൽ നിന്നും സത്യസഭയായ കത്തോലിക്ക സഭയിൽ നിന്നും വഴിതെറ്റിക്കുകയും ചെയ്തതും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമില്ലായ്മ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ ആദ്യം തന്നെ ബോധ്യത്തിലൊന്ന് കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പരിശുദ്ധ തൃത്വം എന്ന് പറഞ്ഞാൽ അത് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന തത്വമാണ്. മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ആവാസം, പിതാവായ ദൈവത്തിന്റെ സഹായവും ഇല്ലാതെ അത് നടക്കുകയില്ല എന്നെപ്പോഴും നമ്മൾ ഓർമ്മിക്കുക. ഇത് കൃത്യവിശ്വാസത്തിന്റെ നെടുംതൂണാണ് എന്ന് പറയുമ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും ആ ക്രിസ്ത്യാനികളെ എല്ലാം ക്രിസ്ത്യാനികളല്ലാത്തവരിൽ നിന്നും തൃത്വം വേർതിരിക്കുന്നു എന്നാ പറയുന്നത്. ഇനി തൃത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൃത്വത്തെ വിശ്വസിച്ചിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ ക്രിസ്ത്യാനി അല്ലാതെ ജീവിക്കാം, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, ക്രിസ്ത്യാനിയായ ഒരാൾക്കും പരിശുദ്ധ തൃത്വത്തെ അല്ലെങ്കിൽ ആ തൃത്വത്തിന്റെ കൂട്ടായ്മയെ നിഷേധിക്കാനായി ആവില്ല. നിഷേധിച്ചാൽ പിന്നെ അദ്ദേഹം ക്രിസ്ത്യാനി അല്ല എന്ന് ഓർമ്മിക്കുക. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സെന്റ് അഗസ്റ്റിനെ പോലുള്ള മഹാരഥന്മാരും അമത്രേസ്യ, വിശുദ്ധ കാതറിൻ മുതലായ മിസ്റ്റിക്കുകളും തൃത്വത്തെ മനസ്സിലാക്കുവാനും വിശദീകരിക്കാനും പരിശ്രമിച്ചിട്ടുള്ളവരാണ്. പലപ്പോഴും പലരും ഇടറിപ്പോയിട്ടുള്ളതും തെറ്റിന് വശമതരായിട്ടുള്ളവരും ആയിട്ട് ഈ രഹസ്യത്തിന് മുമ്പിൽ തന്നെയാണ് എന്ന് നമ്മൾ ഓർമ്മിച്ചു വെക്കണം കേട്ടോ. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തൃത്വത്തിന്റെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ സഹായമില്ലാതെ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് വലിയൊരു ശങ്കയോടുകൂടിയാണ്. വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സെന്റ് അഗസ്റ്റിൻ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാനുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ കടൽ തീരത്തൂടെ, ഇപ്പോലെ മെത്രാനായിരുന്ന സമയത്ത് കടൽ തീരത്തൂടെ നടന്നു പോയപ്പോൾ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ കാണുന്നു. കൊച്ചുകുട്ടി കടലിന്റെ തീരത്തിരുന്ന് ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് കടലിലെ വെള്ളം കോരി ഈ കുഴിയിലേക്ക് ചെയ്യുകയാണ്. അപ്പോഴ്
അഗസ്റ്റിൻ ചോദിച്ചു, മോനെ നീ എന്താടാ ഈ മണ്ടത്തരം കാണിക്കുന്നത്, കടലിനെ നിനക്ക് ഇങ്ങനെ പറ്റിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ കുഞ്ഞ് അഗസ്റ്റിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അങ്ങ് ചെയ്യുന്നതും ഇതിനേക്കാൾ വലിയ മണ്ടത്തരമല്ലേ? അങ്ങയുടെ കൊച്ചുബുദ്ധിയിലേക്ക് പരിശുദ്ധ ത്രിത്വം എന്ന വലിയ വിശ്വാസ സത്യത്തെ ഉൾക്കൊള്ളിക്കാനായിട്ട് പരിശ്രമിക്കുകയല്ലേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് സെന്റ് അഗസ്റ്റിൻ പോയി ദിവികാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് വളരെ നാളുകൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ട്രിനിറ്റിയെ കുറിച്ചുള്ള പുസ്തകം എഴുതിയത് എന്ന് പറയാറുണ്ടായിരുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 9-ാം അധ്യായത്തില് 16-17 വചനങ്ങൾ ഇങ്ങനെയാ പറയുന്നത്. ഭൂമിയിലുള്ള കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം, അടുത്തതുപോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അതുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്. നമുക്കും ആ കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. 9-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോടൊത്തുണ്ടാവുകയും ചെയ്ത അങ്ങേക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്തു വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കുകയും സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവർത്തികളിൽ എന്നെ ബുദ്ധിപൂർവം നയിക്കട്ടെ. നമ്മുടെ ഇനിയുള്ള സമയങ്ങളെയും മുന്നോട്ട് കൂടുതലായി തൃത്വത്തെക്കുറിച്ചും തൃത്വരഹസ്യത്തെക്കുറിച്ചും അറിയുന്നതിനും ഈ ജ്ഞാനം, കർത്താവിൽ നിന്നുള്ള ജ്ഞാനം നമ്മളെ സഹായിക്കട്ടെ. തൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ത്രിമാന ലോകത്തിലാണ് എന്ന് പറയുന്നതാവും ശരി. നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ള ഓരോ വസ്തുവിനും വണ്ണം, നീളം, ആഴം അല്ലെങ്കിൽ വ്യാപ്തി എന്നിവ വ്യത്യസ്തമായിരിക്കും. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ലെങ്ത്, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഇങ്ങനെ പറയുന്നത്. ഒരു വസ്തുവിന് മറ്റൊന്നിനെ പോലെ ആയിരിക്കാം അല്ലെങ്കിൽ തോന്നിക്കാം. നമുക്കൊക്കെ മറ്റൊരാളെ പോലെ പെരുമാറാം, അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് മറ്റൊരാളാണെന്ന് സാദൃശ്യം തോന്നാം, ശബ്ദസാമ്യവും വരുത്താൻ വേണമെങ്കിൽ. പക്ഷേ ഓരോരുത്തരും പ്രത്യേകതകളുള്ള പ്രത്യേക വ്യക്തികളാണ്, പ്രത്യേക വ്യക്തികൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മിക്കുക. പക്ഷേ ദൈവത്തിന് നമ്മുടെ ഈ ത്രിമാന പരിധികൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഴമോ വ്യാപ്തിയോ നീളമോ ഒന്നും ഈ പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്ന 3 ആളുകൾക്കും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ബാധകമല്ല എന്ന് നമ്മൾ മനസ്സിലൊന്ന് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് പുത്രനായ ഈശോയ്ക്ക് പിതാവ് അല്ലാതിരിക്കാനും അതേസമയം തന്നെ പിതാവിലായിരിക്കാനും സാധിക്കുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിന് പിതാവിലും പുത്രനിലും ആയിരിക്കാനും അതുപോലെ തന്നെ പ്രത്യേക വ്യക്തിയായിരിക്കാനും കഴിയുന്നത് എന്ന് ഓർക്കുക. ഇനി ത്രിത്വത്തിലെ ഒരുമയും ഉദാഹരിക്കാനായി പലരും പല കാലങ്ങളിൽ പരിശ്രമിച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുള്ള ഉദാഹരണങ്ങൾ കൊണ്ടുവരാറുണ്ട്. ചിലർ പറയാറുണ്ട് H2O എന്ന കണിക വെള്ളം, നീരാവി, ഐസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന H2O എന്ന കണിക പോലെയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയാറുണ്ട്. വേറെ ചിലർ പറയും സൂര്യനെ പോലെയാണ് പരിശുദ്ധ ത്രിത്വം. വെട്ടം, വെളിച്ചം, ചൂട് അല്ലെങ്കിൽ കാന്തികത അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്, ഇത് 3ഉം സൂര്യനിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അതുപോലെയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കുക, ഉദാഹരണങ്ങൾ മാത്രമാണ്. ഒരു ഉദാഹരണമാവും പോലും ത്രിത്വത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമല്ല എന്ന് നമ്മളൊന്ന് ഓർമ്മിച്ചു വെക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ ത്രിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളില് പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരേ ഒരു ദൈവം അല്ലെങ്കിൽ ഏക ദൈവം എന്നതിലേക്ക് ശക്തമായി ഊന്നൽ കൊടുക്കുന്നുമുണ്ട് എന്ന് ഓർമ്മിക്കണം. അപ്പോ പരിശുദ്ധ ത്രിത്വം അതുപോലെ തന്നെ ഈ പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞാൽ ഏകമാണ് എന്നുള്ള ആ ബോധ്യത്തിലേക്ക് കടന്നു വരണം നമ്മൾ.
നമ്മളത് ആദ്യമായിട്ട് ഇതിന്റെ പരിശുദ്ധത്വത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഏകത്വത്തെക്കുറിച്ച് പറയുന്ന ബൈബിൾ ഭാഗങ്ങൾ ഏതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് പുറപ്പാടിന്റെ പുസ്തകത്തില് 3-ാമത്തെ അധ്യായം 14 മോശയ്ക്ക് വെളിപ്പെടുത്തുന്ന ദൈവം മോശയോട് താൻ ആരാണ് എന്ന് പറയുന്നിടത്ത് ഒരു വചനം പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ്. അതാണ് അവിടുത്തെ സാക്ഷ്യം. ഞാൻ തന്നെയാണ്. വേറെ ഒരാളെ കുറിച്ചും പറയുന്നില്ല. ഞാൻ തന്നെയാണ്, ഒറ്റയാള് മാത്രമേ ഉള്ളൂ. ഇതേ ഈ ഞാൻ എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ ഈശോ പല പ്രാവശ്യം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറയുന്നിടത്ത്, ഞാൻ ലോകത്തിന്റെ ഭക്ഷണമാകുന്നു എന്ന് ഏറ്റു പറയുന്നിടത്ത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് 58-ാമത്തെ വചനത്തില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രാഹത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58. അതുപോലെ തന്നെ 1 കൊറിന്ത്യൻസ് 8-ാം അധ്യായം 4-ാമത്തെ വചനത്തില് ലോകത്തിൽ വിഗ്രഹമൊന്നൊന്നില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം എന്ന് പൗലോസ് സാക്ഷിക്കുന്നുണ്ട്. ലോകത്തിൽ വിഗ്രഹമൊന്നൊന്നില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിയമാവർത്തന പുസ്തകത്തില് 6-ാമത്തെ അധ്യായത്തില് 4-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഇസ്രയേലെ കേൾക്കുക, കർത്താവാകുന്നു നമ്മുടെ ദൈവം. കർത്താവ് ഏകനാണ്. കർത്താവാകുന്നു നമ്മുടെ ദൈവം, കർത്താവ് ഏകനാണ്, മറ്റൊരു ദൈവവുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഏശയ്യായുടെ പുസ്തകത്തില് 45-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ വചനത്തിലാണേലും ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ. ഇനി ഈ ഏകദൈവം എന്ന് പറയുന്നതിൽ നിന്ന് മറ്റൊരു വളർച്ചയാണ്, അല്ലെങ്കിൽ ഇടകലർന്ന് തന്നെ കിടക്കുന്നതാണ് ഒരു ബഹുവചന സൂചന. ദൈവം ബഹുവചനമാണ്, രണ്ടുപേരാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഉദാഹരണം നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം. സൃഷ്ടിയുടെ ആദ്യ സമയത്ത് തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഭാഗത്ത് ആ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഈ നമുക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മയാണ് സൂചിപ്പിക്കുക. അപ്പൊ ഒരാളല്ല, രണ്ടുപേരെന്നുള്ളത്. പക്ഷെ അതേ സമയം തന്നെ തൊട്ടടുത്ത വചനത്തില് ഈ കൂട്ടായ്മ എടുത്തു കളഞ്ഞിട്ട് ഏകത്വത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാം. 27-ാമത്തെ വചനത്തില് അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് സാക്ഷിക്കുന്നുണ്ട് അവിടെ. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 16, 17, 18 വചനങ്ങൾ. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ രണ്ടുപേരായി. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കുകയും ദൈവത്തോട് അടുത്തവനാണെന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് യഹൂദർ അവിടുത്തെ കൊല്ലാനായിട്ട് അവിടെ പരിശ്രമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷത്തില് 12-ാം അധ്യായത്തില് 45-ാം വചനത്തില് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. അപ്പോ ഞാനും പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യം യേശു തന്നെ നൽകുന്നുണ്ട്. അപ്പൊ എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. റോമാക്കാർക്കുള്ള ലേഖനത്തില് 8-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തില് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പോ ക്രിസ്തുവിന്റെ ആത്മാവ്. അവിടെയും രണ്ട് വ്യക്തിത്വങ്ങളെയാണ് കാണിച്ചു വെക്കുന്നത്. തൃത്വത്തിലെ രണ്ടാൾക്കാരെ അവിടെ കാണിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തില് 35-ാം വചനത്തില് പരിശുദ്ധ അമ്മയോട് ദൂതൻ പറയുന്ന വാക്ക്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നത ശക്തി പിതാവിന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ പിതാവിൽ നിന്നുള്ള ശക്തി ആയ പരിശുദ്ധാത്മാവ്, അവിടെയും രണ്ടുപേരാണ്.
അത് നിന്നിൽ ആവസിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോ വീണ്ടും പിതാവിൽ നിന്ന് വരുന്ന മറ്റൊരു സഹായകനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതേ അധ്യായത്തിൽ തന്നെ 23-ാമത്തെ വചനത്തില്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അതായത് അപ്പോ ഞാനും പിതാവും പരിശുദ്ധാത്മാവും, ഞാനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന ഒരു ദ്വിത്വത്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ ബഹുവചനത്തിന്റെ ഉപയോഗം അവിടെ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് കാണിക്കുന്നത്. അപ്പം തൃത്വത്തിലേക്ക് കടന്നു വരുന്ന വഴികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ 3 ആളുകളെ കുറിച്ച്, തൃത്വം എന്നതിനെ കുറിച്ച് തന്നെ പറയുന്ന പല ആൾക്കാരും ചോദിക്കാറുണ്ട്, തൃത്വം എന്ന് എവിടെയാ ബൈബിളിൽ പറഞ്ഞത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. തൃത്വം അല്ലെങ്കിൽ ട്രിനിറ്റി എന്നൊരു വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എല്ലാ വചനങ്ങളും എല്ലാം കൈച്ചൂണ്ടുന്നതും ഉദ്ദേശിക്കുന്നതും ഈ തൃത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ തൃത്വത്തിലുള്ള 3 ആളുകൾക്കും ബന്ധങ്ങളാൽ ഉരുത്തിരിഞ്ഞ പേരാണ് നാം കാണുക. മക്കളില്ലാതെ ഒരാൾക്കും പിതാവായിരിക്കാൻ കഴിയില്ല. പുത്രനായ ഈശോ ഉള്ളത് കൊണ്ടാണ്, അഥവാ അങ്ങനെ വെളിപ്പെട്ടത് കൊണ്ടാണ് ദൈവത്തെ പിതാവെന്ന് നാം വിളിക്കുന്നത്. പിതാവില്ലാത്തയാളെ പുത്രനെന്നും വിളിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധ ആത്മാവിനെ ഈശോ തന്നെ പിതാവിന്റെ ആത്മാവ് എന്നാണ് വിളിക്കുക. നമ്മളിപ്പം ഒന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തില് 10-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ, എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എന്ത് പറയണമെന്ന് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഭാഗമാണ്. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കാറുണ്ട്, ദൈവത്തിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ 6-ാം അധ്യായത്തില് 4-ാമത്തെ വചനത്തില്, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യർ 6:4, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഈ സാക്ഷ്യം ഒരു വലിയ സാക്ഷ്യമാണ്. അതായത് പുത്രന്റെ ആത്മാവിനെ, അപ്പൊ 2 പേരാണ്, പിതാവാണ് നമ്മിലേക്ക് അയക്കുന്നത്. അപ്പൊ പിതാവിൽ നിന്നാണ് നമ്മൾ ഈ തൃത്വത്തെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നത്, നമ്മളിലേക്ക് തരുന്നത് എന്ന് ഓർമ്മിക്കുക. അതായത് പിതാവിലും പുത്രനിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് നിർഗമിക്കുന്നത്, നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന് ഓർമ്മിക്കുക. തൃത്വത്തിന്റെ പ്രത്യക്ഷീകരണത്തിന് ചിലരെങ്കിലും ഉദാഹരിക്കുന്നതാണ് ഇപ്പൊ പഴയ നിയമത്തിൽ നിന്ന് ഉൽപ്പത്തി 18-ാമത്തെ അധ്യായത്തിലെ ഒരു വിവരണം. അവിടെ മാമറയുടെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന അബ്രാഹത്തെ കാണുന്നുണ്ട്. 10 വർഷം മുമ്പ്, അല്ല 9 വർഷം മുമ്പ് ഒരു വാഗ്ദാനം കിട്ടിയതാണ്, മകനുണ്ടാവുമെന്ന്, സ്വന്തമായിട്ടൊരു മകനുണ്ടാവും, ഇസാഖ് ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 ആളുകള് അബ്രഹാത്തെ അന്വേഷിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ സന്ദർശിക്കാനായിട്ട് വരുന്നതായിട്ട് അബ്രഹാം കാണുന്നു. ഓടിച്ചെന്ന് വിരുന്നൊരുക്കുന്നു, അവരെ തടഞ്ഞു നിർത്തി വിരുന്നൊരുക്കുന്നു, വിരുന്ന് കൊടുക്കുന്നു. അവർ പോകുന്നതിന് മുമ്പ്, അപ്പൊ 3 ആളുകളാണ് വന്നത്. അവർ പോകുന്നതിന് മുമ്പ്, അത് കാണണമെന്നുണ്ടെങ്കിൽ 18-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിലാണ് ഈ 3 ആളുകൾ വരുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇനി 10-ാമത്തെ വചനത്തിൽ, 18-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ തന്നെ പറയുന്നവരുണ്ട്, ഞാൻ തീർച്ചയായും വസന്തത്തിൽ തിരിച്ചു വരും. അപ്പൊ 3 ആളുകൾ ഒന്നിച്ച് പറയുകയാണ് ഞാൻ. അപ്പൊ അതൊരു തൃത്വത്തെ കുറിച്ചുള്ളതാണെന്ന് ഡോക്ടറിനൽ തീസിസിലൊക്കെ അത് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ മേല. പല ധ്യാനഗുരുക്കന്മാരും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അച്ഛനത് ഉപയോഗിച്ചത്. പുതിയ നിയമത്തില് പരിശുദ്ധ തൃത്വത്തിന്റെ വെളിപ്പെടൽ നാം കാണുക മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങള്, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങള്, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. യഥാർത്ഥത്തില് പുതിയ നിയമത്തില് സുവിശേഷങ്ങളില് പരിശുദ്ധ തൃത്വത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പെടലായിട്ട് കാണുന്നത് ആ ഒരു ഭാഗമാണ്. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി.
അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്നും കേട്ടു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തില് 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളില്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ എന്നുള്ള യേശുവിന്റെ കൽപ്പന തൃത്വത്തിന്റെ അസ്തിത്വത്തെ, തങ്ങളുടെ സ്വന്തം അസ്തിത്വത്തെ ഈശോ തന്നെ വെളിപ്പെടുത്തുന്നതാണ്, പരസ്യപ്പെടുത്തുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-2 വചനങ്ങളില് യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പത്രോസ് പിതാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും പിതാവായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും അവന്റെ രക്തത്താൽ യേശുക്രിസ്തുവിന് വിധേയരാകുന്നതിനും അവന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പാർക്കുന്നവർക്കെന്നും പറഞ്ഞാണ് ആ ലേഖനം എഴുതുന്നത്. അപ്പോ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പത്രോസ് പിതാവായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന് വിധേയരാകുന്ന അവന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനു വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി. അപ്പൊ ഈ തൃത്വത്തിന്റെ ഏറ്റവും വലിയ കടമ അല്ലെങ്കിൽ ജോലി എന്താണ് എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് പത്രോസ്ലീഹ അവിടെ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 2 കൊറിന്ത്യൻസ് 13-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനത്തില് പൗലോസ്ലീഹ ഒരു ആശംസ കൊടുക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മള് സഭയിലെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ കാണുന്ന ഉത്തമ പ്രാർത്ഥനയില് അവസാനത്തെ ഭാഗമാണത്. അപ്പോ ഈ ബോധ്യം നമുക്ക് തരുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫേസുകാർക്കുള്ള ലേഖനത്തില് 3-ാമത്തെ അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനങ്ങളിലും 2 തെസ്സലോനിയയില് 2:13 സ്ലീഹ പറയുന്നതും ഇതേ വചനം തന്നെയാണ്. ഒരാശംസയായിട്ടും ആഗ്രഹമായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോ സ്ലീഹ പങ്കുവയ്ക്കുന്ന ഈ ഉറച്ച ബോധ്യം പരിശുദ്ധ ത്രിത്വമാണ് എല്ലാം ചെയ്യുന്നത്. ആ പരിശുദ്ധ ത്രിത്വം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം, അവരിലാണ് നമ്മൾ വസിക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇനി പലപ്പോഴും ഒരു ചോദ്യമുണ്ട്, അനാദിയിൽ ത്രിത്വം എന്തു ചെയ്തിരുന്നു എന്ന്. അനാദിയിൽ ത്രിത്വം എന്ത് ചെയ്തു? അനാദിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും ഉറപ്പൊന്നുമില്ല. പിതാവായ ദൈവവും പുത്രനായ ഈശോയും പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവരന്ന് എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തന്റെ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പിതാവായ ദൈവം അതിയായി സ്നേഹിക്കുകയും പരസ്പരം സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് ഉത്തരം. ഈ സ്നേഹ ഐക്യത്തിലേക്ക്, തൃത്വ കൂട്ടായ്മയിലേക്ക് സ്ലീഹന്മാരെയും ചേർക്കണം എന്നാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ഉം 24-ഉം വചനത്തില് ഈശോ പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്ത് വെളിപ്പെടുന്നത്. പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ. ഇതിൽ കൂടെ ഒരു പ്രാർത്ഥന എന്താണ് നമുക്ക് വേണ്ടത്? യെശയ്യായുടെ പുസ്തകത്തില് ഇനി ചില ചോദിക്കാറുണ്ട്, വേറെ എവിടെയെങ്കിലും ഈ പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് പഴയ നിയമത്തില് ഒരു സൂചനയുണ്ടോ എന്ന്. അകപ്പടെ കാണാൻ സാധിക്കുന്നത് യെശയ്യായുടെ പുസ്തകത്തില് 48-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിലാണ്. പക്ഷെ ഇത് പറയുമ്പോഴൊരു ഒരു കാര്യം ഓർക്കണം, അത് പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആ ബോധ്യത്തോടു കൂടി ആണോ യെശയ്യാ പ്രവാചകൻ അത് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളാരും വിചാരിക്കേണ്ട. അത് മുൻകൂട്ടിയുള്ള ഒരു പ്രവചനമായിട്ട് കണക്കാക്കിയാൽ മതി. എന്റെ സമീപം വന്ന്, യെശയ്യാ 48:16, എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായി അല്ല സംസാരിച്ചത്, ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ചിലപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തില്
ഒന്നും രണ്ടും വചനത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് ഈ വചനത്തെയാണോ എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് സംശയം തോന്നാറുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടെ അല്ലാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു ഇൻട്രിൻസിക് യൂണിറ്റിയിലേക്ക്, വളരെ അടുത്ത ഒരു യൂണിറ്റിയിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇത്രയും നമ്മൾ കണ്ടപ്പോൾ, ബൈബിളിലൂടെ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇനി ഒരു അല്പസമയം ഈ തൃത്വരഹസ്യം സഭാ പഠനങ്ങളിലൂടെ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആദിമസഭ മുതൽ ഇന്നത്തെ സഭ വരെ ഈ സഭാ പഠനങ്ങളിൽ തൃത്വരഹസ്യത്തെ കണ്ടിരുന്നത് എന്ന് നമ്മൾ കാണണമെങ്കിൽ, സൂനദോസുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് AD 259 ഡൈനീഷ്യസ് പാപ്പ, AD 259 ഡൈനീഷ്യസ് പാപ്പ അലക്സാണ്ട്രിയയിലെ ഡൈനീഷ്യസ് മെത്രാൻ അയച്ച ഒരു തുറന്ന കത്തുണ്ട്. അതിനകത്താണ് സ്ലീഹന്മാരുടെ കാലശേഷം തൃത്വത്തെക്കുറിച്ചുള്ള സഭയുടെ പഠനം എന്താണ് എന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ കത്തിലെ 2 വാചകം മാത്രമേ ഞാനിവിടെ ഉദ്ധരിക്കുന്നുള്ളൂ. അത് ഇങ്ങനെയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്, അത് മലയാളത്തിലേക്ക് ഞാൻ തർജ്ജമ ചെയ്യാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. Sabellius' blasphemy is that the Son is the Father and the Father the Son. These men somehow teach there are 3 gods. Since they divine the sacred unity into 3 different hypostases completely separate from one another. അതായത് സബെല്ലിയസിന്റെ ദൈവദൂഷണം എന്തെന്നാൽ പുത്രൻ പിതാവാണ്, പിതാവാണ് പുത്രൻ എന്നതാണ്. ഏതൊക്കെയോ തരത്തില് 3 ദൈവങ്ങൾ ഉണ്ടെന്നാണ് ഈ കൂട്ടർ പഠിപ്പിക്കുന്നത്. കാരണം വിശുദ്ധമായ ഈ ഐക്യത്തെ പൂർണ്ണമായും വ്യതിരിക്തമായ 3 വ്യക്തിത്വങ്ങളായി ഇവർ കണ്ടുപിടുത്തം നടത്തുന്നു എന്നാണ് പാപ്പ പറയുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, the teaching of the foolish Marcion who divides and separates the one God into 3 principles is a teaching from the devil, not the teaching of those who truly follow Christ and who are content with the teaching of the Savior. ഏക ദൈവത്തെ 3 തത്വങ്ങളായി തിരിക്കുകയും ഭാഗിക്കുകയും ചെയ്യുന്ന മണ്ടൻ മാർസിയോണിന്റെ പഠനങ്ങൾ സാത്താനിൽ നിന്നാണ്, അല്ലാതെ ക്രിസ്തുവിനെ സത്യമായി പിഞ്ചെല്ലുന്നവരുടെയോ രക്ഷകന്റെ പഠനങ്ങളിൽ സംതൃപ്തരായവരുടെയോ പഠനങ്ങളല്ല എന്ന് പാപ്പ അസന്നിഗ്ധമായിട്ട് ആ തുറന്ന കത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. സത്യത്തിൽ ഈ പഠനം തന്നെയാണ് ഈ മുന്നോട്ട് ഉള്ള എല്ലാ സൂനകദോസുകളിലൂടെയും വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും സഭ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. AD 325 നിക്യാ സൂനകദോസിൽ വെച്ചാണ് നമ്മൾ കുർബാനയിലെ വിശ്വാസ പ്രമാണത്തിൽ ഉപയോഗിക്കുന്ന യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു എന്ന സത്യവിശ്വാസം പ്രഖ്യാപിക്കപ്പെട്ടത്. അതായത് മെയിൻ ആയിട്ട് അവിടെ പറയുന്ന ഒരു വാക്ക് കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ എന്നുള്ളതാണ്. സത്തയിൽ ഒന്നിച്ചുള്ളവൻ, പിതാവുമായിട്ട് സത്തയിൽ ഏകത്വമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. തുടർന്ന് 382 റോമാ സൂനകദോസിൽ വെച്ച് പുറപ്പെടുവിച്ച ടോം ഓഫ് ഡമാസിസ്, അനാത്തമകൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. തൃത്വത്തെ കുറിച്ച് ഇന്നുവരെയുള്ള പഠനങ്ങളുടെ ഏറ്റവും കൃത്യവും തെളിച്ചവും ഉള്ളവയായി നിലകൊള്ളുന്നത് ആ പഠനങ്ങളാണ്. ടോം ഓഫ് ഡമാസസ് എന്ന് പറയും. അത് 24 അനാത്തമകൾ അന്ന് വരെ ഉള്ളത്. ഏതെങ്കിലും തെറ്റ് കാണിച്ചിട്ട് അത് തെറ്റാണ്, ആ തെറ്റിന് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നതാണ്. അതാണ് ഈ അനാത്തമ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 3 എണ്ണം മാത്രമേ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നുള്ളൂ. പോപ്പ് ഡമാസുസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഒന്ന്, ഇത് ഇന്നു വരെ ഇതിനൊരു തിരുത്തലും ഉണ്ടായിട്ടില്ല നമ്മുടെ സഭയിൽ. അതുകൊണ്ടാണ് ഈ 3 എണ്ണം പറയുന്നത്. ഒന്ന്, ആരെങ്കിലും പിതാവ് നിത്യനാണ്, ദാറ്റ്സ് ഇറ്റേണൽ, പുത്രൻ നിത്യനാണെന്നും പരിശുദ്ധാത്മാവ് നിത്യനാണെന്നും നിഷേധിച്ചാൽ അവൻ അബദ്ധ സിദ്ധാന്തക്കാരനാണ്, ഹെരറ്റിക് ആണെന്നാണ് പറയുന്നത്. അപ്പോ പിതാവിന്റെ ഇറ്റേണിറ്റി,
ആരും നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നു. 2, മാംസം ധരിച്ച പുത്രൻ ഭൂമിയിൽ ആയിരിക്കെ തന്നെ പിതാവിനോടുകൂടെ സ്വർഗത്തിലായിരുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അബദ്ധ സിദ്ധാന്തക്കാരനാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന മനുഷ്യാവതാരം പൂണ്ട യേശു ക്രിസ്തു പിന്നെ മനുഷ്യനായിട്ട് മാത്രമാണ് ജീവിച്ചിരുന്നത്. പിതാവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു, പിതാവിലല്ലായിരുന്നു, പിതാവുമായിട്ടുള്ള ഐക്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അബദ്ധ സിദ്ധാന്തക്കാരനാണ് എന്നാണ് അവിടെ പഠിപ്പിച്ചു. 3-ാമതായിട്ട് പിതാവിനെയും പുത്രനെയും പോലെ എല്ലാം അറിയുകയും എല്ലാ ശക്തിയും എല്ലായിടത്തും ഉള്ളവനാണ് പരിശുദ്ധാത്മാവ്. പിതാവിനെയും പുത്രനെയും പോലെ എല്ലാം അറിയുകയും എല്ലാ ശക്തിയും എല്ലായിടത്തും ഉള്ളവനാണ് പരിശുദ്ധാത്മാവ് എന്നത് ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ അബദ്ധ സിദ്ധാന്തക്കാരനാണ്. അപ്പോ പിതാവിനെയും പുത്രനെയും പോലെ എല്ലാം അറിയുകയും എല്ലാ ശക്തിയും എല്ലായിടത്തും ഉള്ളവനുമാണ് പരിശുദ്ധാത്മാവ്. ഈ 3. ഇനി AD 675 സ്പെയിനിലെ ടൊറോളോയിൽ വെച്ച് നടന്ന 11-ാം സിനഡിലാണ് തൃത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും സമ്യക്കായ പഠനങ്ങളുടെ ക്രോഡീകരണം നടന്നത്. ഇതിനെല്ലാം വളരെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് അത് വന്നിരിക്കുന്നത്. ഇത് വന്നതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികള് ബിംബാരാധകരാണെന്നും ബഹുദൈവ ആരാധകരുമാണെന്നുള്ള പ്രബോധനത്തിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും ഇസ്ലാമിസ്റ്റുകളുടെ ആ കുറ്റപ്പെടുത്തലിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് 2000-ഓളം വാക്കുകളാണ് തൃത്വത്തെ നിർവചിക്കാനായിട്ട് സുനകദോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലെ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ പറയാം. ഏകസത്യയും ഏകപ്രകൃതിയും ഒരേ മഹിമയും ശക്തിയുമുള്ള വിശുദ്ധനും വിവരണാതീതനുമായ തൃത്വം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പ്രകൃതിയിൽ ഒരേ ഒരു ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. We confess and believe that the holy and indescribable Trinity, Father, Son, and the Holy Spirit, is one only God in His nature, a single substance, a single nature, a single majesty and power. വ്യക്തികളുടെ വ്യതിരിക്തതയിൽ തൃത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. സത്തയുടെ പ്രത്യേകതയാൽ ഈ ഏകത്വത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. പ്രകൃത്യ ഇവർ 3 ഒന്നാണ്, അതായത് വ്യക്തികളല്ല. എന്നിരുന്നാലും ഇവർ 3 പേരും ഒന്നാണ്, പക്ഷെ വ്യക്തികളായല്ല. പരസ്പരം വേർതിരിക്കപ്പെടാവുന്നവരുമല്ല. കാരണം ഇവരിൽ ആരെങ്കിലും മറ്റൊരാൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതായോ ആർക്കെങ്കിലും മുമ്പോ പിന്നീടോ മറ്റു 2 പേരും ഇല്ലാതെയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. We acknowledge Trinity in the distinction of persons. We profess unity because of the nature or substance. The 3 are one as a nature, that is not as persons. Nevertheless, these 3 persons are not to be considered separate, since we believe that no one of them existed or at any time effected anything before the other, after the other, or without the other. പിന്നീട് നടന്ന ലാറ്ററൻ കൗൺസിലും ഫ്ലോറൻസ് കൗൺസിലും ഈ ടൊളോഡോ കൗൺസിലിലെ പഠനങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും വീണ്ടും വീണ്ടും കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സെന്റ് അഗസ്റ്റിന്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓൺ ദ ട്രിനിറ്റി എന്ന ബുക്കില് ആർക്കെങ്കിലും വായിക്കാൻ സാധിക്കുമെങ്കിൽ ചാപ്റ്റർ 4 ഒന്ന് വായിക്കുകയാണെങ്കിൽ, ഓൺ ദ ട്രിനിറ്റി, സെന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, ദ ബുക്കിന്റെ പേര് ഓൺ ദ ട്രിനിറ്റി, ചാപ്റ്റർ 4. വളരെ വ്യക്തമായിട്ട് ഈ പഠനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഞാൻ സമയക്കുറവ് മൂലം ഒരു കാര്യം മാത്രം ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതിന്റെ ബാക്കിയായിട്ട്. നമ്മള് ഇന്നലെ കേട്ടു, ഷൈജു അച്ഛൻ പറഞ്ഞു അമ്മത്രേസ്യ എന്ന് പറഞ്ഞ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത ആളാണ്. അത്ര പാവപ്പെട്ട ഒരു കന്യാസ്ത്രീ. ആ കന്യാസ്ത്രീയെ കുറിച്ചാണ് ആയിരക്കണക്കിന് തീസിസുകൾ എഴുതി പോകുന്നതും ഡോക്ടറേറ്റുകൾ നടക്കുന്നതും. അതുപോലെ തന്നെ ഇന്നലെ പിതാവ് പറഞ്ഞു ജോൺ ഓഫ് ആർക്കിനെ കുറിച്ച്. വളരെ പാവപ്പെട്ട ഒരു പെൺകുച്ചിനെ വിശ്വാസത്തിന്റെ വലിയ മേഖലകളിലേക്ക് അനേകരെ എടുത്തു വളർത്താനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ മിസ്റ്റിക് ആയിട്ടുള്ള സെന്റ് കാതറിൻ ഓഫ് സിയന്ന, അവളുടെ ഡയലോഗ് ഓൺ ഡിവൈൻ പ്രോവിഡൻസ് എന്ന് പറയുന്ന പുസ്തകത്തില്
ഈ ട്രിനിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട്. ഓഫ് എ ട്രൂത്ത് ദിസ് ലൈറ്റ് ഈസ് എ സീ, for the soul revels in you, eternal Trinity, the sea Pacific. The water of the sea is not turbid and cause no fear to the soul, for she knows the truth. It's a deep which manifests sweet secrets, so that where the light of your faith abounds, the soul is certain of what she believes. പ്രിയപ്പെട്ടവരെ, ട്രിനിറ്റിയെ കുറിച്ച് കാതറിൻ പറയുന്നത് അതൊരു വലിയ സമുദ്രം. ആ സമുദ്രത്തിന്റെ അഗാധതയിൽ എൻ്റെ ആത്മാവ് ഒരിക്കലും ഭയപ്പെടുന്നില്ല. കാരണം അതിന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട്. മിസ്റ്റർ ഫൗസ്റ്റീന തന്റെ ഡയറിയിൽ 1073 ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ഈശോയുമായി ഐക്യപ്പെടുന്ന വേളയിൽ തന്നെ പിതാവും പരിശുദ്ധാത്മാവുമായി ഐക്യപ്പെടുന്ന വിധത്തിൽ തൃത്വത്തിന്റെ 3 വ്യക്തികളുമായി ഞാൻ ഐക്യപ്പെട്ടു. അഗ്രാഹ്യമായ ആനന്ദത്താൽ എൻ്റെ ആത്മാവ് നിറഞ്ഞൊഴുകി. അവിടുത്തെ ആഴമളക്കാനാവാത്ത കരുണക്കടലും അതിൻ്റെ അഗാധതയും ഞാൻ അനുഭവിക്കാൻ കർത്താവ് തിരുമനസ്സായി. പ്രിയപ്പെട്ടവരെ, അച്ഛനിവിടെ നിർത്തുക. പഠനങ്ങളല്ല ആവശ്യം തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഉറപ്പായിട്ടും പഠിക്കാം. പക്ഷേ യുവനാഥന്റെ തിരുമുമ്പിൽ ഇരുന്ന് അവനെ ധ്യാനിച്ചാൽ ആ അഗാധതയിലേക്ക് അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നമുക്ക് തിരുസന്നിധിയിലേക്ക് മടങ്ങാം. അവിടെ ഇരുന്ന് അല്പസമയം ഈ തൃത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കർത്താവേ, നിന്റെ തൃത്വത്തിന്റെ രഹസ്യം ഞങ്ങളുടെ ഉള്ളിലേക്ക് തരണമേ. ആ തൃത്വത്തിന്റെ അഗാധമായ സമുദ്രത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഭയപ്പെടാതെ നിന്നെ അനുഭവിക്കാനും നിന്നെ മനസ്സിലാക്കുവാനും കഴിവ് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവികാരുണീശോയുടെ സന്നിധിയിൽ അച്ഛൻ പറഞ്ഞതുപോലെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടി അല്പനേരം ധ്യാന നിമഗ്നരാകാം. ഓ പരിശുദ്ധത്വമേ, അങ്ങയെക്കുറിച്ച് ധ്യാനിക്കാൻ കൃപ തരണമേ. അങ്ങയുടെ ഐക്യത്തിലേക്ക് എന്നെ ചേർത്ത് പിടിക്കണമേ. വിശുദ്ധ സിയന്നായിലെ വിശുദ്ധ ഖദറിനെ പോലെ ആ തൃത്വത്തിൻ്റെ സ്നേഹസമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരു നിമിഷം പാപിയായ എൻ്റെ ആത്മാവിനെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊതിയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ദിവ്യകാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന തൃത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആത്മാവും ശരീരവും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം ആയിരിക്കാം. ദൈവപിതാ സ്നേഹദാതാ ആരാധിക്കുന്നു ഞാൻ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. ദൈവപുത്ര സ്നേഹനാഥ ആരാധിക്കുന്നിതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. പാവനാത്മാ സ്നേഹരൂപ ആരാധിക്കുന്നിതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. വാനിടവും പാരിടവും
ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. പ്രത്യേക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. നമുക്കുള്ളത് നമ്മുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ചേർത്ത് വയ്ക്കാം. ഓ തൃത്വമേ, ഞങ്ങളങ്ങേ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്നു. ഞങ്ങളുടെ എളിയ ബുദ്ധിയിൽ അങ്ങേ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്കാവില്ല. എന്നാൽ ആഴമായ ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൃത്വ കൂട്ടായ്മയിൽ നമ്മുടെ കുടുംബം ഐക്യത്തിൻ്റെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ സ്നേഹത്തിൻ്റെ പുതിയ രൂപാന്തരീകരണം പ്രാപിക്കാൻ ഒന്ന് ആഗ്രഹിച്ച ഈ ദിനത്തിൽ എല്ലാ മക്കളും ചോദിക്കട്ടെ. ഐക്യത്തിൻ്റെ കൃപ കിട്ടാൻ ചോദിച്ചു പ്രാർത്ഥിക്കട്ടെ. വലിയ ഐക്യം വ്യക്തിബന്ധങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ, അപ്പനും മക്കളും അമ്മയും മക്കളുമുള്ള ബന്ധങ്ങളിൽ, മറ്റു പലരുമായുള്ള ബന്ധങ്ങളിലെല്ലാം ഐക്യം തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് ചോദിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപതയും പിതാവിനെയും പിതാവിനെയും എല്ലാ വികാരിയനാളച്ചന്മാരെയും വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ കൂട്ടായ്മയിലെ എല്ലാ വൈദികരെയും എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. കൈപ്പട്ടൻ രൂപതയിൽ എല്ലാവരും വലിയ ഐക്യത്തിലായിരിക്കുവാൻ, പരസ്പരം കുറ്റപ്പെടുത്താതെ, വിമർശിക്കാതെ, താങ്ങായി സഹായമായി മാറുവാൻ, ദൈവരാജ്യവേലയിൽ ഒരുമിച്ച് ചേരുവാൻ രൂപതയെ അനുഗ്രഹിക്കണമേ എന്ന് ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം ചോദിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപതയിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ കുറവ് ഉണ്ട് എങ്കിൽ, നമ്മുടെ അറിവിലുണ്ട് എങ്കിൽ ആരെയും കുറ്റപ്പെടുത്തണ്ട, വിധിക്കണ്ട. നമുക്ക് പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ ഐക്യം, പരസ്പരമുള്ള ഐക്യം, പ്രോത്സാഹനങ്ങൾ, പങ്കുവെക്കലുകൾ, വിട്ടുകൊടുക്കലുകളൊക്കെ കർത്താവെ ഞങ്ങളുടെ രൂപതയിൽ അനേകം ജീവിതങ്ങൾക്ക് തരണമേ എന്ന് നമുക്കുള്ളുരുകി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ദിവികാരുണീശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ രാജിവച്ചനെ ഓർത്തൊരു നിമിഷം നന്ദി പറയാം. എത്ര മനോഹരമായിട്ടാണ് അച്ഛൻ ഈ ടോക്ക് നമുക്ക് പറഞ്ഞു തന്നത്. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഈശോയാണ് എന്നോട് പറഞ്ഞത് ഈ ദിവസം ടോക്ക് എടുക്കാൻ അച്ഛനെ ഏൽപ്പിക്കണമെന്ന്. ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, അത് അത്രമാത്രം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നറിയില്ല, ഞാനൊന്ന് നോക്കാം. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഈശോ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞേ, ഈശോ അച്ഛനെ സഹായിക്കും. എത്രയോ മനോഹരമായിട്ട്, സിമ്പിളായിട്ട്, നമുക്കൊരു കൊതി തോന്നുന്ന വിധത്തിൽ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് തൃത്വൈക ദൈവത്തിൻ്റെ ആ പാദാന്തികത്തിലേക്ക് നമ്മുടെ കുടുംബത്തെയും വ്യക്തിജീവിതങ്ങളെയും എല്ലാം സമർപ്പിച്ച് ഒരിക്കൽ കൂടി ബിജുവിന് പറ്റുമെങ്കിൽ ആ ഗാനത്തിൻ്റെ ഈരടികളൊന്ന് പാടി നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവപിതാ സ്നേഹതാദാ ആരാധിക്കുന്നിതാ, വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു. ദൈവപുത്ര സ്നേഹനാഥ ആരാധിക്കുന്നിതാ, വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു.
പാവനാത്മാ സ്നേഹനാഥ ആരാധിക്കും നീതാ വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു.